മോഷണക്കേസ് പ്രതി ആശുപത്രിയിൽ നിന്നിറങ്ങിയോടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിച്ച പ്രതിയാണ് ഓടി രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം റിയ ബേബി വിശദാംശങ്ങൾ നൽകും. മോഷണക്കേസ് പ്രതിയാണ് ആശുപത്രിയിൽ നിന്നിറങ്ങി ഓടുകയാണ്. അയാൾ വീൽചെയറിൽ ഇരിക്കുകയായിരുന്നു ഏറെ നേരം. ഒന്നും സംഭവിക്കാത്ത മട്ടിലിരിക്കുന്നു. പെട്ടെന്ന് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇയാളെ ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നത്. റിയ ബേബി വിവരങ്ങളുമായിട്ടുണ്ട്. റിയ, ഏതു കേസിൽ എപ്പോൾ പിടിയിലായതാണ് ഇയാൾ? കുറ്റം എന്താണ് ഇയാൾക്ക് മേൽ ചുമത്തിയത്? മറ്റൊന്ന്, വെറുതെ വീൽചെയറിൽ ഇരിക്കുന്നതാണോ അതോ മറ്റെന്തെങ്കിലും അസുഖകാരണം പറഞ്ഞിട്ട് വീൽചെയറിൽ ഇരിക്കുകയായിരുന്നു? ഇയാളെ പിടികൂടാനായിട്ടുണ്ടോ? ഇത് ഈ മെട്രോ യാർഡിൽ നിന്ന് ചില വസ്തുക്കൾ മോഷ്ടിച്ച കേസിലാണ് ഇതര സംസ്ഥാന സ്വദേശിയായ ഈ പ്രതിയെ തൃക്കാക്കര പോലീസ് പിടികൂടുന്നത്. ഇയാൾ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കോടതി അറിയിച്ചു. അങ്ങനെ കോടതി ഇയാൾക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതുപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അയാളെ വീൽ ചെയറിൽ ഇരുത്തുകയും അതിനുശേഷം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാലോ, പോലീസ് ഉദ്യോഗസ്ഥൻ എന്തോ ഒരു കാര്യം ചോദിക്കുന്നതിനായി റിസപ്ഷന്റെ ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഇയാൾ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ടത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇയാളെ ആലുവ, അതായത് കുറച്ചധികം ദൂരെയുള്ള ആലുവ കങ്ങരപ്പടിയിൽ നിന്ന് പോലീസ് എന്തായാലും പിടികൂടിയിട്ടുണ്ട്. പക്ഷെ വലിയ തലവേദനയായി പോലീസിന് എന്നത് കൃത്യമായി തന്നെ പറയണം. കാരണം ഈ സമയത്ത് ഇയാളുടെ അടുത്ത് പോലീസ് ഉണ്ടായിരുന്നില്ല. ചികിത്സയ്ക്കായി എത്തിച്ചുകൊണ്ട് തന്നെ വിലങ്ങുകളും മറ്റും ആ സമയത്ത് ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. അതാണ് ഇയാൾ രക്ഷപ്പെടാൻ ഒരു കാരണമായത്. എന്തായാലും പ്രതി ഇറങ്ങി ഓടുകയായിരുന്നു. പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ ഓടുകയും ഒടുവിൽ ആലുവയിൽ വെച്ച് വട്ടമിട്ട് പ്രതിയെ പിടികൂടുകയുമായിരുന്നു. ശരി, എന്തായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. അവിടെ പ്രതി ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്തൊന്നും പോലീസ് ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ് മറ്റൊരു അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. സമീപത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. ആലുവയിലെത്തി പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. കളമശ്ശേരി ആശുപത്രിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. റിയ ബേബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.